സ്കൂളുകളിലെ പാദപൂജയെ ന്യായീകരിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നാടിന്റെ സംസ്കാരമായ ഗുരുപൂജ പിന്തുടരുന്നതിൽ വിവാദമുണ്ടാക്കുന്നത് എന്തിനാണ്? ഗുരുപൂജയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അത് വേണ്ടെന്ന് പറയുന്നതെന്നും ഗവർണർ പറഞ്ഞു. Guru Puja is our culture, and in that culture we offer flowers at the feet of our Guru, and some people have objected to it. I don't understand from which culture these people are coming. What is their thoughts? And in Kasaragod some police came there. Why did you perform the Guru Puja? They said, what if we are to tell them? Why performance? It is our samskara, it is our culture of this country, of this soil. If we try to forget our culture, we will forget ourselves. We will be nowhere in this world. These people should understand this. വിദ്യാലയങ്ങളിലെ പാദപൂജ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമസ്കരിച്ച ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായുള്ള ആചാരരീതി തിരിച്ചു കൊണ്ടുവരാനാണ് RSS സംഘപരിവാർ ശ്രമം. ഈ കാര്യങ്ങൾക്കെല്ലാം UDFന്റെ പരിപൂർണ പിന്തുണയാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. നിരവധി സ്കൂളുകളിൽ നിന്നും RSSന്റെ സമുന്നത നേതാക്കളുടെയും പ്രാദേശിക നേതാക്കളുടെയും അധ്യാപകരുടെയും എല്ലാം കാലി കഴുകി കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കുന്ന കൃത്യമായ പ്രയോഗമാണ് പുതിയ തലമുറയെ കൊണ്ട് അടിമത്ത മനോഭാവം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അധ്യാപകരെ ബഹുമാനിക്കണമെന്ന കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഇത് ആദരവ് പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജ്യം തമസ്കരിച്ച ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഒരാചാര രീതി നടപ്പിലാക്കാനാണ് ആധുനിക സമൂഹത്തിൽ ഈ RSSകാരും സംഘപരിവാർ വിഭാഗവും നടപ്പിലാക്കാൻ ഇപ്പോൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ പാദപൂജയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം തുടരുകയാണ്. ഗവർണർ ഇപ്പോൾ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കുമ്പോൾ CPMഉം ശക്തമായ പ്രതികരണം നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്മൃതി, ഭാരതാംബ വിവാദത്തിന് പിന്നാലെ പാദപൂജ വിവാദത്തിലും കൂടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഭാഗവാക്കായിരിക്കുകയാണ്. ഇന്ന് ബാലഗോകുലം സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് പാദപൂജ എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ രാജ്യത്തിന്റെ സംസ്കാരമാണ് എന്ന നിലപാട് ഗവർണർ എടുത്തത്. അതുകൊണ്ട് പാദപൂജ നടത്തുന്നതിനെ തള്ളിപ്പറയുകയല്ല ചെയ്യുന്നത്, അതിനനുകൂലമായ നിലപാടാണ്. ഈ നാടിന്റെ സംസ്കാരം പഠിച്ചു തന്നെയാണ് കുട്ടികൾ വളരേണ്ടത്. അവരത് പഠിക്കാതെ വളർന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് കുട്ടികൾക്കല്ല ഉണ്ടാവുക, രക്ഷിതാക്കൾക്കാണ് ഉണ്ടാവുക എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ഇതിൽ പല തരത്തിലുള്ള വിവാദങ്ങൾ ഈ വിഷയത്തിൽ വരുന്നു. മാധ്യമ വാർത്തകൾ ഇത് കാണുമ്പോൾ താൻ ഇറിറ്റേറ്റഡ് ആവുകയാണ് എന്ന കാര്യമാണ് ഗവർണർ പറയുന്നത്. ഈ വിഷയത്തിൽ ഒരു നിലയ്ക്കും പിന്നോട്ട് പോകരുത് എന്ന് ഈ ഭാരതാംബ വിവാദത്തിലെ പോലെ തന്നെ പാദപൂജ വിഷയത്തിലും RSS നേതൃത്വം നൽകുന്ന സ്കൂളുകളുടെ കീഴിലാണ് പാദപൂജ നടന്നത്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്ന സന്ദേശമാണ് ഗവർണർ നൽകിയത്. ഇന്നിവിടെ ബാലഗോകുലത്തിന്റെ പരിപാടിയാണെങ്കിലും അതിലൊരു പ്രത്യേകതയായി കണ്ടത് RSS കൊടിയേന്തി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ പൂജിക്കുന്ന ഒരു പതിവ്. ആ വിവാദം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയിലും അതിൽ പൂജിച്ച് ആയിരുന്നു പരിപാടി തുടങ്ങുന്നത്. പക്ഷെ ഇന്നത്തെ ഈ പരിപാടി